ഒരു ബീഫ് ഫ്രൈയും നൂൽ പൊറോട്ടയും വെള്ളയപ്പവും കഴിച്ചു വന്നാലോ? ആദാമിൻ്റെ ചായക്കടയിലാണ്, കോഴിക്കോട് ബീച്ചിന് തൊട്ടടുത്ത്. ഇതുപോലുള്ള പേരുകൾ വന്നതിന് ഒരു മുഖ്യ കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ആദാമിൻ്റെ ചായക്കടയാണ്. അതിനുശേഷമാണ് ആളുകൾ സ്വന്തം റെസ്റ്റോറൻറ്റിന് പേരിനോട് ചേർത്ത് ഇന്നയാളുടെ കട എന്ന രൂപത്തിലുള്ള ഒരു നാമകരണം നൽകിയത് എന്ന് തോന്നുന്നു. ഇത് റിനോവേറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഒരു പ്രത്യേക ആംബിയൻസ് ഉള്ള ഒരു ഇടമായി ഇപ്പോൾ ഇത് മാറിയിട്ടുണ്ട്. റിനോവേറ്റ് ചെയ്യുന്നതിന് മുമ്പും ഇതുപോലുള്ള ചുമർ ചിത്രങ്ങളും ആദ്യകാലത്തെ പാത്രങ്ങളും റേഡിയോകളും എല്ലാം ഇവിടെയുണ്ട്. അതിനൊരു പ്രത്യേക ഭംഗിയുമുണ്ട്. അലമാരയിലൊക്കെ ഒരുപാട് പലഹാരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇവയിലേക്കൊന്നും കണ്ണുപോയതേയില്ല. ഒരു ബീഫും വെള്ളയപ്പവും തന്നെയാണ് മനസ്സിലുള്ളത്. കൂടെ ബിഷപ്പിന് ഒരു നൂൽ പൊറോട്ടയും കൂടെ പറഞ്ഞു. ബീഫ് ഫ്രൈ കോട്ടയം സ്റ്റൈലാണെന്നാണ് പറഞ്ഞത്. ആദ്യമായി ഒന്ന് ട്രൈ ചെയ്യാണ്. പക്ഷേ ഇത് കുറച്ച് പെപ്പർ ടൈപ്പാണ്. പെപ്പറുള്ളത് എനിക്കൊരുപാട് ഇഷ്ടമുള്ളതല്ല. ആ വെള്ളയപ്പത്തിൻ്റെ വലിപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പലയിടത്തു നിന്നും ഇതിനേക്കാൾ ചെറുതാണ് കിട്ടാറുള്ളത്. നൂൽ പൊറോട്ട എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഒരു കലാപരിപാടിയാണ് ഇത്. എടുത്ത് വായിലേക്ക് ഉയർത്തും. അതിങ്ങനെ തരിതരിയായി വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ബീഫിൽ നിന്നും ഓരോ പീസെടുത്ത് കഴിച്ചു നോക്കി. പെപ്പറിൻ്റെ രുചി ഒഴിവാക്കിയാൽ അത് നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ്. അതിന് കൂടെ ഒരു ഗ്രേവി തന്നു. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മറ്റൊന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവന്നതാണ് ഇവൻ. ഇതൊരു ഒന്നാം തരം ഐറ്റമാണ്. അത് ബീഫിൻ്റെ ഒരു ഗ്രേവിയാണ്. ഇത് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. കുഴപ്പമില്ല, വാങ്ങിയതല്ലേ, കഴിച്ചേക്കാം. അതുകൂടെ ഒരു സുലൈമാനിയും കൂടെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിൻ്റെ ചുമരുകളിൽ പലതരത്തിലുള്ള ഫോട്ടോകൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പലതരത്തിലുള്ള ചരിത്രങ്ങളും ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചതിലുണ്ട്. കോഴിക്കോടിൻ്റെ ആദ്യകാല മുഖങ്ങൾ, പല സമയങ്ങളിലായി കോഴിക്കോടിൻ്റെ രൂപങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാം.